ശബരിമലയിൽ വീണ്ടും യുവതി ദർശനം നടത്തി. 36 വയസ്സുള്ള മഞ്ജു എന്ന യുവതിയാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇവർ ചാത്തന്നൂർ സ്വദേശിയാണ്. രാവിലെ 4 മണിയോടെ പമ്പയിലെത്തിയവർ രാവിലെ 7:30 ദർശനം നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, സുഗമമായ ദർശനമാണ്. ഭക്തരുടെ സഹായത്തോടെ വഴിപാടുകൾ പൂർണ്ണമാക്കി മലയിറങ്ങുകയായിരുന്നു എന്നും മഞ്ജു പറഞ്ഞിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? കൊല്ലം സ്വദേശിനിയായ മഞ്ജു ശബരിമലയിൽ ദർശനം നടത്തിയെന്ന അവരുടെ അവകാശവാദം ആദ്യം പുറത്തുവിട്ടത് പീപ്പിൾ ടിവിയാണ്. അത് അവരുടെ ശബ്ദരേഖ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടാണ് അത് പുറത്തുവിട്ടത്. പിന്നീട് ഫേസ്ബുക്ക് കൂട്ടായ്മയിലൂടെ ശബരിമലയിൽ ദർശിക്കുന്നതിൻ്റെ, അയ്യപ്പനെ ദർശനം നടത്തുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങൾ മഞ്ജുവിൻ്റെ സഹപ്രവർത്തകർ പുറത്തുവിടുകയും ചെയ്തു. അതോടുകൂടി അതിന് സ്ഥിരീകരണവും ആയിരിക്കുകയാണ്. ഇത് ശബരിമലയിലേക്ക് കൂടുതൽ യുവതികൾ കടന്നു വരുന്നതിൻ്റെ സൂചനയായി നമുക്കിതിനെ കാണാം. പമ്പയിൽ നിന്ന് ക്യാമറാമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ദേശീയ പണിമുടക്ക് 44 മണിക്കൂർ പിന്നിട്ടു. 1991 ശേഷമുള്ള ദ്വിദിന പണിമുടക്ക് പൂർണ്ണം. കൂടുതൽ വിവരങ്ങളുമായി ഹരീഷ് ചേരുകയാണ്. ഹരീഷ്, ദേശീയ പണിമുടക്ക് അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയിരിക്കുന്നു. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ളത്? സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 48 മണിക്കൂർ പണിമുടക്ക് 44 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പൂർണ്ണ തലത്തിൽ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം പ്രധാനമായി തന്നെ 12 ആവശ്യങ്ങളാണ് ഈ സംയുക്ത ട്രേഡ് യൂണിയനുകൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത്. നിലവിൽ എല്ലാവരുടെയും തുക, സാലറി 18,000 രൂപയാക്കുക, അതുപോലെ തന്നെ 3,000 രൂപ പെൻഷനാക്കി ഉയർത്തുക, അതുപോലെ തന്നെ സ്വകാര്യ മേഖലയാക്കാനുള്ള, റെയിൽവേ അടക്കമുള്ള മേഖലയിൽ സ്വകാര്യ മേഖലയാക്കാനുള്ള കേന്ദ്ര നീക്കം അവസാനിപ്പിക്കുക, അതിലെ പ്രതിരോധ മേഖലയിലുള്ള സ്വകാര്യ നിക്ഷേപം അവസാനിപ്പിക്കുക എന്നിങ്ങനെ പ്രധാനപ്പെട്ട 12ഓളം ആവശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പണിമുടക്ക് 44 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 1991 ശേഷം ഇത് ആദ്യമായി രണ്ടാം തവണയാണ് ഇപ്പോൾ ഒരു ദ്വിദിന പണിമുടക്ക് ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്നത്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ, അതായത് സപ്ത സഹോദരി എന്നറിയപ്പെടുന്ന സംസ്ഥാനങ്ങളെല്ലാം തന്നെ പണിമുടക്ക് പൂർണ്ണ വിജയമായിരുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ കൽക്കരി മേഖല പൂർണ്ണമായി തന്നെ നിശ്ചലമായി തന്നെ തുടരുന്നു. ഇന്ന് രാത്രി 12 മണിയോടെ തന്നെ പണിമുടക്ക് അവസാനിക്കും. അതുപോലെ തന്നെ LIC മേഖലയും പൂർണ്ണമായി തന്നെ നിശ്ചലമായി തന്നെയാണെന്ന് പറയേണ്ടി വരും. 100% എല്ലാവരും തന്നെ, ജീവനക്കാരും LIC മേഖലയുള്ള എല്ലാവരും തന്നെ സജീവമായി പണിമുടക്കുമായി സഹകരിച്ച് മുന്നോട്ട് പോയി. അതുപോലെ തന്നെ അധ്യാപക സംഘടന, അതുപോലെ തന്നെ ബാങ്കിംഗ് മേഖല എന്നിങ്ങനെ തുടർന്ന് എല്ലാ മേഖലയിലുള്ളവരും തന്നെ പണിമുടക്കിൽ തന്നെ ശക്തമായി തന്നെ പ്രതിഷേധം, കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പ്രകാരം 20 കോടി ജനങ്ങളാണ് പണിമുടക്കിൽ അണിനിരന്നതാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. ഔദ്യോഗിക കണക്കുകൾ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കണക്കുകൾ പ്രകാരം 20 കോടിയിലധികം വ്യക്തികൾ, ജീവനക്കാർ പണിമുടക്കുമായി രംഗത്ത് വന്നു എന്നാണ് അധികൃതർ, ഈ സംഘാടകർ വ്യക്തമാക്കുന്നത്. പണിമുടക്ക് ഇത് ആഹ്വാനം കൊടുത്ത ട്രേഡ് യൂണിയനുകളുടെ പ്രതീക്ഷയെ കവച്ചു വെക്കുന്ന രീതിയിൽ വളരെ വലിയൊരു വിജയമാണ്. ഇന്നതിന്റെ 2ാം ദിവസം ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്നലെ പണിമുടക്കാത്ത വിഭാഗങ്ങളടക്കം പ്രത്യേകിച്ച് സംഘടിത മേഖലയിൽ പണിമുടക്കി പ്രകടനം നടത്തി രംഗത്ത് വരുന്നതായിട്ടാണ് കാണുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഒരു സമ്മിശ്ര പ്രതികരണമായിരുന്നു പണിമുടക്കിൽ ഉണ്ടായതെങ്കിലും യോഗി അതിന്റെ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പല ഗ്രാമപ്രദേശങ്ങളിലും വാഹനം അടക്കമുള്ള വാഹനഗതാഗതം തടസ്സപ്പെട്ടടക്കമുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ പണിമുടക്ക് ശക്തമായി തന്നെ മുന്നോട്ട് പോയി എന്നതിൽ മോദി സർക്കാരിന് കനത്ത തലവേദന തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലില്ലായ്മ നയം, ജനവിരുദ്ധ നയങ്ങൾ, അതുപോലെ കർഷകർക്കെതിരെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഉണ്ടാക്കുന്ന മോദിയുടെ ഭരണത്തിനെതിരെ തന്നെയായിരുന്നു ഈ പണിമുടക്ക് ഉണ്ടായിരുന്നത്. ഈ പണിമുടക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ എടുത്തു പറയേണ്ട വിഷയം, ഇത് സാധാരണക്കാരന്റെയും ദൈനംദിനം ഉപജീവനത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നതിന്റെയും ഒരു പണിമുടക്ക് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആഹ്വാനം ചെയ്തെങ്കിൽ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങാൻ ആരും മുന്നിട്ടിറങ്ങേണ്ട സാഹചര്യം തന്നെ ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം ഇത് സ്വയം ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ഇത് തങ്ങളുടെ പണിമുടക്കാണ്, തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും സജീവമായി രംഗത്തിറങ്ങിയിരുന്നു. കാരണം പ്രധാനപ്പെട്ട 7 സംസ്ഥാനങ്ങളിൽ തന്നെ, കേരളം, കർണാടക, ബീഹാർ അടക്കമുള്ള 7 സംസ്ഥാനങ്ങളിൽ ശക്തമായിരുന്നു പണിമുടക്ക്. ബാക്കിയുള്ള പല സംസ്ഥാനങ്ങളിൽ സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടായതെങ്കിലും എന്തായാലും ഒരു പൂർണ്ണ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് 48 മണിക്കൂർ നീളുന്ന പണിമുടക്കാണ്. എന്തായാലും 44 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇന്ന് അർദ്ധരാത്രി 12 മണിയോട് കൂടി തന്നെ പണിമുടക്ക് അവസാനിക്കും. ദില്ലിയിൽ നിന്ന് ഹരീഷിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റു റിപ്പോർട്ടുകളിലേക്ക് എത്താൻ ഇടവേളയ്ക്ക് ശേഷം. ിലും ദ്വിദിന പണിമുടക്ക് പൂർണ്ണം. 1.25 കോടിയോളം തൊഴിലാളികൾ പണിമുടക്കി. ബാങ്കിംഗ്, വ്യവസായ മേഖല, പൊതുഗതാഗത സംവിധാനം എന്നിവ പൂർണ്ണമായും സ്തംഭിച്ചു. തൊഴിലാളികളുടെയും ജനങ്ങളുടെയും വലിയ പങ്കാളിത്തം കൊണ്ട് പണിമുടക്ക് വൻ വിജയമായി. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. തൊഴിലാളികളുടെ ജീവൽ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള ദ്വിദിന പണിമുടക്കിന് സംസ്ഥാനത്താകമാനം തന്നെ വലിയ പിന്തുണ തന്നെയാണ് ലഭിച്ചത്. സംസ്ഥാനത്താകെയായി 482 സമര കേന്ദ്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടങ്ങളിൽ എല്ലാം തന്നെ അത്രത്തോളം തൊഴിലാളികളുടെ ഒരു പങ്കാളിത്തം തന്നെയായിരുന്നു ഈ 2 ദിവസങ്ങളിലും കാണാനായത്.
മറ്റൊന്ന് പണിമുടക്കുമായി ബന്ധപ്പെട്ട് പൊതുഗതാഗത സംവിധാനത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായും KSRTC ശബരിമല സർവീസ് മാത്രമായിരുന്നു നടത്തിയിരുന്നത്. മറ്റ് ഒരു സർവീസും KSRTC നടത്തിയില്ല. KSRTCക്ക് പുറമെ സ്വകാര്യ ബസ്സുകൾ ആകട്ടെ, ഓട്ടോ ടാക്സി മേഖലയാകട്ടെ, ഇവ പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസവും ഇന്നും സംസ്ഥാനത്താകെയായി കാണാൻ സാധിച്ചത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് 32 ഇടങ്ങളിലാണ് ഇന്ന് ട്രെയിൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾ അതിനുള്ളൊരു പ്രതിഷേധം തന്നെയായിരുന്നു സംയുക്ത തൊഴിലാളി യൂണിയനുകൾ ഇത്തരത്തിൽ ട്രെയിൻ തടഞ്ഞുകൊണ്ട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ചുരുക്കം ചില പൊതുഗതാഗത സംവിധാനത്തിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ചുരുക്കം ചില സ്വകാര്യ സർവീസുകൾ മാത്രമാണ് സംസ്ഥാനത്ത് ഇന്ന് പലയിടങ്ങളിലും ഉണ്ടായിരുന്നത് എന്നുള്ളതും എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഏതായാലും ഈ ഒരു പണിമുടക്ക് അത് വലിയ ഒരു ചരിത്രം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് സിപിഐഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹവും ഇന്ന് ഈ ഒരു പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് AKG സെന്ററിൽ നിന്നും കാൽനടയായി അദ്ദേഹം നടന്നു തന്നെയായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിലേക്ക് എത്തിയത്. ഒപ്പം തന്നെ ഇത് മോദി സർക്കാരിന് ഒരു വലിയ താക്കീതായി മാറും എന്നുള്ള കാര്യവും അദ്ദേഹം ഇവിടെ എത്തി സമരപ്പന്തലിലെത്തി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിലയിൽ ഇന്ത്യയിലെ തൊഴിലാളികൾ സംഘടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത്. ഈ പണിമുടക്കം നരേന്ദ്രമോദി സർക്കാരിന് തൊഴിലാളി വർഗം നൽകുന്നൊരു താക്കീതാണ്. പണിമുടക്കിന്റെ ഭാഗമായി കടകമ്പോളങ്ങൾ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഒരിടത്ത് പോലും ബലപ്രയോഗത്തിലൂടെ കടകൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളത് ഏറെ പ്രസക്തം തന്നെയാണ്. ആ രീതിയിൽ ഒരു അക്രമത്തിലേക്ക് കടക്കാതെ തീർത്തും സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു പണിമുടക്ക് തന്നെയായിരുന്നു 2 ദിവസം സംസ്ഥാനത്ത് നടന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കാർഗോ വിഭാഗത്തിലെ ജീവനക്കാർ പണിമുടക്കിയത്. അത് വിമാന സർവീസുകൾ വൈകാൻ ഇടയാക്കുകയും ചെയ്തിരുന്നു. മറ്റൊന്ന്, കൊച്ചിയിൽ കരിപ്പൂരിലും കാർഗോ സർവീസുകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. കൊച്ചി വല്ലാർപാടം തുറമുഖങ്ങളിൽ ചരക്ക് നീക്കവും പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പണിമുടക്കിന്റെ ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചത്. മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഓഫീസുകൾ അത് പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു കാഴ്ച, തപാൽ മേഖല, അതോടൊപ്പം തന്നെ RMS മേഖല, ഇവ പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു കാഴ്ച അത് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓഫീസുകൾ, സ്കൂളുകൾ ഒക്കെ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സെക്രട്ടേറിയറ്റിന്റെ കാര്യം പരിശോധിക്കുമ്പോൾ ഇന്ന് കേവലം 115 ജീവനക്കാർ മാത്രമായിരുന്നു ഇന്ന് ജോലിക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് ബാങ്കിംഗ് മേഖലയും പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു സംസ്ഥാനത്തുണ്ടായിരുന്നത്. ഏതായാലും സംസ്ഥാനത്തിന്റെ സ്ഥിതി പണിമുടക്കുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ പൂർണ്ണമാണ് എന്നതിനൊപ്പം തന്നെ വലിയ വിജയമായി തീരുകയായിരുന്നു എല്ലാ വിഭാഗം തൊഴിലാളികളുടെയും ഒരു പങ്കാളിത്തത്തോടെ എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ദ്വിദിന ദേശീയ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ സമാപിക്കും. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. RSSന്റെ നെടുമങ്ങാട് ജില്ലാ കാര്യാലയത്തിൽ നടന്ന പോലീസ് റെയ്ഡിൽ ചുരിക അടക്കമുള്ള മാരകായുധങ്ങൾ കണ്ടെത്തി. നെടുമങ്ങാട് സർക്കിൾ ഇൻസ്പെക്ടർ സജിമോന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബ് എറിഞ്ഞ സംഭവത്തിൽ ജില്ലാ പ്രചാരകൻ പ്രവീണിനെ പോലീസ് തിരയുകയാണ്. ജീവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. RSSന്റെ നെടുമങ്ങാട് ജില്ലാ കാര്യാലയത്തിലാണ് ഇന്ന് രാവിലെ DYSP അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പരിശോധന നടത്തിയത്. പരിശോധനയിൽ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളും അതോടൊപ്പം ചുരികയും കുറുവടിയും ഒരു ചാക്ക് കരിങ്കല്ലും അവിടെ നിന്നും പോലീസ് പിടിച്ചെടുത്തു. പ്രധാനമായും നിലവിൽ ഒളിവിൽ പോയിരിക്കുന്ന RSS ജില്ലാ പ്രചാരകനായ പ്രവീണിന്റെ മുറിയിൽ നിന്നാണ് ബോംബ് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ കണ്ടെടുത്തിരിക്കുന്നത്. അവിടെ സാധാരണ ബോംബ് നിർമ്മിക്കുമ്പോൾ കയ്യിൽ ബാക്ടീരിയ അടക്കമുള്ള കാര്യങ്ങൾ പറ്റാതിരിക്കുന്നതിന് വേണ്ടി കൈ കഴുകുന്നതിനുള്ള ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ കുപ്പിയും അതോടൊപ്പം ഒരു ചുരികയും ഒരു വടിവാളും ഒരു ചാക്ക് കരിങ്കല്ലുമാണ് പോലീസ് പിടിച്ചെടുത്തത്. RSSന്റെ ജില്ലാ കാര്യാലയത്തിൽ നടന്ന റെയ്ഡിനെ തുടർന്ന് BJPയുടെ ജില്ലാ അധ്യക്ഷൻ
അധ്യക്ഷൻ എസ് സുരേഷ് അടക്കമുള്ളവർ അവിടെ സംഭവ സ്ഥലത്തെത്തി. പോലീസ് നേരത്തെ റെയ്ഡുകൾ കാര്യക്ഷമമല്ല എന്നൊരു ആരോപണം പോലീസിന്റെ ഭാഗത്ത് പോലീസിനെതിരായ ഒരു വിമർശനമായി പൊതുവിൽ പൊതുജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായുള്ള ആളുകൾ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ റെയ്ഡ് നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒളിവിൽ പോയ RSSന്റെ ജില്ലാ പ്രചാരകൻ നെടുമങ്ങാട് ജില്ലാ പ്രചാരകൻ പ്രവീണിനെ കണ്ടെത്തുന്നതിനുള്ള തിരച്ചിൽ ഇപ്പോഴും നടക്കുകയാണ്. അതിനിടെ ഇന്ന് രാവിലെ ഒരു RSS പ്രവർത്തകന്റെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെയും അതോടൊപ്പം കുഞ്ഞിനെയും ആക്രമിച്ചു എന്നൊരു പ്രചരണം BJPക്കാർ രാവിലെ മുതൽ തന്നെ ഉയർത്തുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് അതിക്രൂരമായിട്ട് പിടിച്ചു വലിച്ച് മർദ്ദിച്ച് കൊണ്ടുപോയി വിലങ്ങ് വെച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ സ്ത്രീ കുഞ്ഞുമായിട്ട് മറിഞ്ഞു വീഴുന്ന സമയത്ത് മനുഷ്യത്വം എന്ന് പറയുന്ന ലെവലേശം തൊട്ടുതീണ്ടിയിട്ടില്ലാത്ത പോലീസ് ഒരു ഭീകര മുറയാണ് ഇവിടെ ഓരോ സമയവും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന്റെ പ്രവർത്തകനായ ആനാട് സ്വദേശി രതീഷിന്റെ വീട്ടിലാണ് പോലീസ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തി എന്നതാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്ന ആരോപണം. അദ്ദേഹത്തിന്റെ ഭാര്യ രമ്യയെ പോലീസിന്റെ അതിക്രമത്തെ തുടർന്ന് ആണ് എന്ന പേരിൽ BJPക്കാർ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ തന്നെ ആരും മർദ്ദിച്ചിട്ടില്ലെന്നും തന്നെയും തന്റെ ഭാര്യയെയും ആരും മർദ്ദിച്ചിട്ടില്ല എന്ന വാദവുമായി രതീഷ് തന്നെ രംഗത്തെത്തുന്ന അസാധാരണമായ സംഭവവികാസങ്ങളും ഉണ്ടായി. നിങ്ങളാ GP കയറ്റിയപ്പോഴാണ് പിന്നെ അവള് വിളിച്ചോണ്ട് പോണോണ്ട് കുറച്ച് വിളിച്ചപ്പോ അവരെ വലിച്ചെടുത്ത് കൊച്ചിനെ കിടന്നിറങ്ങുന്നാണ് വാർത്തയെ കാണിക്കുന്നത്. കൊച്ചി വെളിയിൽ വന്നില്ലല്ലോ, കൊച്ചി വീട്ടിനകത്ത് ഉറങ്ങിയിരുന്നല്ലോ, വെളി കൊണ്ടുവന്നില്ല. ഇവിടുന്ന് വരുന്നേരം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല. അതിനുശേഷം അവിടെ പോലീസ് പോയാൽ മതി. എനിക്കറിയാം, നിങ്ങളെ പിടിച്ചതിന് ശേഷം അവിടെ പോലീസ് അങ്ങനെയല്ല എനിക്ക് പറയാൻ പറ്റും. ഞാൻ കണ്ടില്ല. പോലീസിനെതിരെ BJP നടത്തിയത് വ്യാജ പ്രചരണമാണെന്ന് ഇതോടുകൂടി തെളിയുകയാണ്. എന്തായാലും നെടുമങ്ങാടും പരിസര പ്രദേശത്തും ആയി നിലനിൽക്കുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസ് ഇപ്പോഴും റെയ്ഡ് നടപടിക്രമങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10% സംവരണം ഏർപ്പെടുത്താനുള്ള ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്. ദില്ലിയിൽ നിന്ന് ശരത്ത് ചേർന്നു. ശരത്ത്, ചർച്ച പുരോഗമിക്കുകയാണോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജോർജറ്റ്, ഭരണഘടനയുടെ 124 ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ച അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 10% സാമ്പത്തിക സംവരണം മുന്നാക്ക വിഭാഗക്കാർക്ക് ഏർപ്പെടുത്തുവാൻ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള ഒരു ഭരണഘടനാ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ മൃഗീയ ഭൂരിപക്ഷത്തിന് ആയിരുന്നു ഈ ഒരു ബില്ല് പാസ്സായത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ നിലവിലുള്ള ഒരു പ്രതീക്ഷ വെച്ച് രാജ്യസഭയിലും ബില്ല് പാസ്സാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ചർച്ചാ നടപടികൾ അവസാന ഘട്ടത്തിലേക്ക് നടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ചില അംഗങ്ങൾ ഈ ബില്ലിന്മേലുള്ള ഭേദഗതികൾ നിർദ്ദേശിച്ചിട്ടുണ്ട് എങ്കിലും അവയൊക്കെ തന്നെ വോട്ടിനിട്ട് തള്ളാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത്. പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് ബില്ല് രാജ്യസഭയുടെ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്നുള്ളതായിരുന്നു. എന്നാൽ സെലക്ട് കമ്മിറ്റിക്ക് വിടാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ ഉറച്ച നിലപാടായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ചർച്ചയാണ് ഇപ്പോൾ 7 മണിക്കൂറോളം എത്തിയിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളും ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ബില്ല് ലോക്സഭയിലേതുപോലെ തന്നെ രാജ്യസഭയിലും പാസ്സാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മുത്തലാഖ് ബില്ലിന്റെ പോലെയുള്ള ഒരു സാഹചര്യം ഏതായാലും ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല. ഇനി ബില്ല് പാസ്സാവുകയാണ് എങ്കിൽ തന്നെ നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് സംസ്ഥാനങ്ങളുടെ അനുമതി ഭരണഘടനാ ഭേദഗതി ആണെങ്കിൽ പോലും ഈ ബില്ലിന് ആവശ്യമില്ല. കാരണം കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവുമായി ഈ ബില്ലിന് ബന്ധമില്ല എന്നതിനാലാണ് സംസ്ഥാനങ്ങളുടെ അനുമതി ഇത് സംബന്ധിച്ച് ഈ ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടതില്ല എന്നുള്ളതാണ് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാലും ബില്ല് നിയമമായാലും ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാവുകയാണ്. പ്രധാനമായും ബില്ലിന്റെ നിയമപ്രശ്നം, ബില്ല് പാസ്സായാൽ തന്നെയുള്ള നിയമപ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ബില്ലിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ചില സംവരണത്തിന് നിശ്ചയിച്ചിട്ടുള്ള സംവരണ മാനദണ്ഡങ്ങളിന്മേലുള്ള ചില ആശങ്കകൾ, അതുകൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏത് പ്രതിഫലനം ഉണ്ടാക്കും, ഈ വിഷയങ്ങളൊക്കെ തന്നെ ഈ ബില്ല് പാസ്സായാലും വലിയ ചർച്ചയായി തന്നെ തുടരുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം രാജ്യസഭയിൽ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് നടക്കും. കേന്ദ്ര സർക്കാർ ബില്ല് പാസ്സാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ജോർജ്, വ്യക്തമാണ്. സാമ്പത്തിക സംവരണ ബില്ലിന്മേൽ രാജ്യസഭയിൽ ചർച്ച പുരോഗമിക്കുകയാണ്.
ശരത്ത് നൽകിയ വിവരങ്ങളാണ് കണ്ടത്. തിരിച്ചെത്താം, ഇടവേള. CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്കെതിരായ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന ഉന്നതതല സമിതി യോഗം അവസാനിച്ചു. CVC റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് മല്ലികാർജുൻ ഖാർഗെ CBI ഉണ്ടായ സംഭവങ്ങൾ അന്വേഷിക്കണമെന്നും ഖാർഗെ. വിവരങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, അല്പം മുമ്പാണ് യോഗം അവസാനിച്ചത്. എന്താണ് തീരുമാനങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്? ജോർജ് ടി, ഇന്ന് നടന്ന യോഗത്തിൽ ഒരു തീരുമാനവും കൈക്കൊള്ളാൻ വേണ്ടി സാധിച്ചിട്ടില്ല. നാളെ വൈകുന്നേരം 4:30 കൂടി തന്നെ യോഗം ചേരുമെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നാൽ ഇന്നത്തെ യോഗം അവസാനിച്ചിരിക്കുന്നു. ഒരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ വേണ്ടി പറ്റിയിട്ടില്ല. കാരണം വ്യക്തമായി തന്നെ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു, ഈ പറഞ്ഞ അലോക് കുമാർ വർമ്മയ്ക്ക് 77 ദിവസങ്ങളാണ് മോദി സർക്കാരിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനങ്ങളിലെ കൈകടത്തൽ കാരണം നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ 77 ദിവസങ്ങൾ അദ്ദേഹം തിരിച്ചു നൽകണം. അതുപോലെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന് അലോക് കുമാർ വർമ്മയ്ക്ക് എന്താണോ മറുപടി പറയാനുള്ളത്, ആരോപണങ്ങൾ എന്താണോ മറുപടി പറയാനുള്ളത്, അതിനുള്ള അവസരം കൂടി അദ്ദേഹത്തിന് നൽകണമെന്ന് മല്ലികാർജുൻ ഖാർഗെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും യോഗം ഇന്നൊരു തീരുമാനമാവാതെ പിരിഞ്ഞിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെയായിരുന്നു സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം ഉണ്ടായത്. ആ വിധി പ്രസ്താവത്തിൽ തന്നെ അദ്ദേഹത്തോട് തിരിച്ച് അധികാരത്തിലേക്ക് കയറിക്കോളാൻ വേണ്ടി ഔദ്യോഗികമായി തന്നെ ജോലിയിൽ പ്രവേശിച്ചോളാൻ വേണ്ടി കോടതി ഉത്തരവിട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ 10:45 കൂടി തന്നെ CBI ആസ്ഥാനത്തെത്തി അദ്ദേഹം അധികാരത്തിൽ കയറിയിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ നാളെ വൈകുന്നേരത്തോട് കൂടി തന്നെ തീരുമാനമാവുമെന്ന് നമുക്ക് വിചാരിക്കാം. കാരണം ഈ വിഷയം സുപ്രീം കോടതി വിധി പ്രസ്താവന നടത്തിയ സമയത്ത് വ്യക്തമായി തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. 7 ദിവസത്തിനുള്ളിൽ ഉന്നതതല സമിതി യോഗം ചേർന്ന ശേഷം തന്നെ ഇതിൽ തീരുമാനങ്ങൾ എടുക്കണം. എന്താണ് അലോക് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഒരു കോടതി ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് രാത്രിയോട് കൂടി തന്നെ 8 മണിയോട് കൂടി തന്നെ യോഗം ചേർന്നത്. നിലവിൽ മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ ചീഫ് ജസ്റ്റിസ് എന്നിങ്ങനെ 3 പേരാണ് ഉന്നതതല സമിതി യോഗത്തിൽ വേണ്ടത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ഈ കേസ് വിധി പ്രസ്താവന നടത്തിയ വ്യക്തിയാണ്. അതുകൊണ്ട് താൻ മാറി നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ജസ്റ്റിസ് AK സിക്രിയാണ് ഈ പറഞ്ഞ ഉന്നത സമിതി യോഗത്തിന് വേണ്ടി അയച്ചിരുന്നത്. അപ്പോൾ ഇവർ 3 പേരോടൊപ്പം തന്നെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ വിഷയത്തിൽ തന്നെ CBC റിപ്പോർട്ട് എന്തായാലും CBC ആണ് ഈ വിഷയത്തിൽ അലോക് കുമാർ വർമ്മയ്ക്കെതിരെയുള്ള അന്വേഷണം നടത്തിയതും ആ വിഷയത്തിൽ തന്നെയുള്ള റിപ്പോർട്ട് തന്നെ ഇന്ന് ഈ പറയുന്ന ഉന്നതതല സമിതി യോഗത്തിൽ സമർപ്പിച്ചു എന്നാണ് വ്യക്തമാവുന്നത്. അങ്ങനെ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഒരു പക്ഷേ മല്ലികാർജുൻ ഖാർഗെ ഇങ്ങനെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 4:30 കൂടി തന്നെ യോഗം ചേരുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. കേന്ദ്ര സർക്കാരിന് കനത്ത തിരിച്ചടി കിട്ടിയ തന്നെ കേസാണ് CBI കേസ്. കാരണം ഭരണഘടനാ സ്ഥാപനങ്ങളിലേക്കുള്ള കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് തന്നെയാണ് CBI ഡയറക്ടർ സ്ഥാനത്തേക്ക് അലോക് വർമ്മ തിരിച്ചെത്തിയത്. വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ഹരീഷ് നൽകിയത്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ ഭക്തജന തിരക്കേറുന്നു. 2 ദിവസങ്ങളിലായി പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക് പോലും തീർത്ഥാടകരുടെ വരവിനെ ഒട്ടും ബാധിച്ചില്ല. വിവരങ്ങളുമായി ഗീർ ചേരുകയാണ്. ഗീവർ, വിവരങ്ങൾ. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കൂടുതൽ ഭക്തജനങ്ങളാണ് ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. പണിമുടക്കിന്റെ 2ാം ദിവസമായിരുന്നിട്ട് കൂടി 60,000-ഓളം ഭക്തർ ഇന്നിവിടെ എത്തി ദർശനം നടത്തിയതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പം അരവണ പ്രസാദ വിൽപ്പനയിലും റെക്കോർഡ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പണിമുടക്കിന്റെ ദിവസമായിരുന്നിട്ടുകൂടി KSRTC നല്ല സർവീസുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ മുടക്കമില്ലാത്ത സർവീസുകളാണ് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മകരവിളക്ക് തിങ്കളാഴ്ചയാണ്, 14-ാം തീയതിയാണ്. ഇവിടേക്ക് എത്തുന്ന ഭക്തർക്ക് എല്ലാവിധ സുരക്ഷയും പോലീസും സർക്കാരും ദേവസ്വം ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കൂടാതെ തന്നെ 4 ലക്ഷത്തോളം ഭക്തരാണ് ഈ മകരവിളക്കിന് ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എത്ര ഭക്തർ എത്തിച്ചേർന്നാലും അവർക്കെല്ലാം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർണ്ണം. വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. റിപ്പോർട്ടേഴ്സ് ഡയറി ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.